ആനമല റോഡിൽ വെറ്റിലപ്പാറ പാലത്തിന് സമീപം കാർ ബീഡിയനിൽ ഇടിച്ച് തീപിടിച്ചു. അതിരപ്പിള്ളിയിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് വന്ന തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിനാണ് തീപിടിച്ചത്. കുട്ടികളും സ്ത്രീകളുമടക്കം 8 പേരാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ ചാലക്കുടി അങ്കമാലി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു. ജയൻ, എപ്പോഴായിരുന്നു സംഭവം? പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? രമ്യ, ഇന്ന് രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. അതിരപ്പിള്ളിയിൽ വിനോദ സഞ്ചാരത്തിന് പോയി മടങ്ങുകയായിരുന്ന മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ജയേഷ് കുമാറും അദ്ദേഹത്തിന്റെ മറ്റു അനുജന്റെ സഹോദരന്റെയും കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സിൽവർസ്റ്റോൺ വാട്ടർ തീം പാർക്കിന് സമീപം വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡ് നടുവിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച ഉടനെ തന്നെ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. അപകടത്തിന്റെ ആഘാതത്തെ തുടർന്ന് കാറിന്റെ മുൻഭാഗത്ത് ഉടനെ തന്നെ പുക ഉയർന്നു. ഇതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ നിലവിളിക്കുകയും മറ്റും ചെയ്തപ്പോൾ പരിസരത്ത് നിരവധി പേര് ഈ സമയത്തുണ്ടായിരുന്നു. ഇവരെല്ലാം ഓടിക്കൂടി കാറിനകത്തുണ്ടായിരുന്നവരെ മുഴുവൻ പുറത്തിറക്കി. ഇതിനിടയിൽ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ നിന്നും ആംബുലൻസ് എത്തുകയും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടയിൽ യാത്രക്കാരെ പുറത്തിറക്കിയ ഉടനെ തന്നെ കാറിന് തീ പിടിച്ചു. പക്ഷേ തൊട്ടടുത്ത വാട്ടർ തീം പാർക്കിലെ അഗ്നിശമന സംവിധാനം ഇവിടെ എത്തിക്കുകയും അപ്പോൾ തന്നെ തീ അണയ്ക്കുകയുമായിരുന്നു. ഈ അപകടത്തിൽപ്പെട്ടത് മാരുതി SL6 കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിന്റെ ഏതാണ്ട് അപകടത്തിന് ശേഷം കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി കത്തിയ നിലയിലാണ്. ഈ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ 4 പേരുണ്ട്. SI ജയേഷ് കുമാറിന്റെ സഹോദരൻ രമേഷ്, അദ്ദേഹത്തിന്റെ കുടുംബം അംഗങ്ങളടക്കം 4 പേരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇതേസമയം ജയേഷ് കുമാറും ഭാര്യ അജിതകുമാരി, അതുപോലെ അമ്മ കുമാരി, പിന്നെ ഒരു മകൾ അലങ്കൃത, ഇവരെല്ലാം അപ്പോളോ എല്ലാ ആശുപത്രിയിലേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. ഇതുവരെ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ആരുടെയും നില അതീവ ഗുരുതരമല്ലെന്നാണ് അറിയുന്നത്. വിനോദസഞ്ചാര യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മണ്ണുത്തി ഗ്രേഡ് SI ജയേഷും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അതേസമയം ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്.